കനാലി പ്ലോട്ട് എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് വനങ്ങൾ തേക്കുകൾ ഇങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു സെറ്റപ്പ് ഊട്ടി കാലാവസ്ഥയാണ് ഇവിടെ. എന്നുവെച്ചാൽ ഒരു തണുപ്പ് കൂളിങ് ഇവിടേക്ക് വരികയാണ്, അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മളതിൻ്റെ യാത്രയിലാണ്. എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ ഉണ്ട്, മോനുണ്ട്. ഈ സുന്ദരമായ ഈ കാഴ്ച ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം ഇതൊന്ന് കാണാം. എല്ലാവരും ടൂറൊക്കെ വന്ന് വിദേശികളടക്കം വന്ന് പോണ സ്ഥലമാണ് ഇത്. നിങ്ങൾ ആസ്വദിച്ച് കാണും. ഓക്കെ ഓക്കെ പോവാം. റെഡി 1 2 3. എനിക്കൊന്നും പറയല്ലേ വിദേശികളോട്? നമ്മുടെ ഇളനീർ കച്ചവടങ്ങൾ, വനങ്ങളെ ഏരിയ, കനാലി ഫോർട്ട് ഓഫീസുകളാണ്. ഇനി ഇവിടുന്ന് നേരെ കാണിച്ചു. ഈ മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുക, എന്തൊരു ഭംഗിയാണ്. നമ്മളൊരു കൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഒരു ഫേസാണ് ഇത്. ചെറിയൊരു കുരുവിക്കൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന എന്നുവെച്ചാൽ ട്രെയിനൊക്കെ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു മൂടാണ്. മരത്തിൻ്റെ ഒരു ഗുഹയാണ്. ഇവിടെ വന്ന് ഇതൊക്കെ ആസ്വദിക്കണം ഗൈസ്. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ പ്രകൃതി ആണിത്. ഓരോ മരങ്ങളൊക്കെ ഇതൊക്കെ നല്ല സെറ്റാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. പോട മൂടിയിട്ട് അങ്ങനത്തെ തണുപ്പല്ല. ഇതിനുള്ളിലേക്ക് കയറുക അതിസുന്ദരമായ നാച്ചുറൽ വനങ്ങളുടെ ഒരു കൂളിങ് ഇവിടെ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ കഴിയുമെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കുക. ഞങ്ങൾ ഇതിന് കാണാനായി വന്നതല്ല, ഞങ്ങളുടെ നാട് ഇത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ അടുത്തുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങാടിക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിലെ കാഴ്ചകളാണ്, കച്ചവടങ്ങൾ, കാര്യങ്ങളെല്ലാം. ഈ ഗുഹയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ഗുഹ, ഒരു സുന്ദരമായ ഒരു നിമിഷം, പ്രകൃതിയുടെ കാറ്റും അതിമനോഹരം. ഉള്ളുകൂടെ വീഡിയോ ഒക്കെ ഉള്ളുകൂടെ ഒന്ന് കണ്ടു. കനാൽ പ്ലോട്ടിൻ്റെ അകത്തേക്കുള്ളൊരു വഴിയാണ്, കവാടമാണ് കഴിഞ്ഞത്. അതിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി ഒരു ഉള്ളിലേക്ക് കയറിയ ഭയങ്കരമായ നല്ല സെറ്റപ്പ് കാഴ്ചകളാണ്. ഇതാണ് അതിൻ്റെ മെയിൻ കവാടം. വണ്ടി വരും, ആ വണ്ടി വരും. ആ വണ്ടി നമ്മളിപ്പോൾ ടിങ്കോലാഫി ആക്കിയിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മ നമ്മൾ പ്രകൃതിൻ്റെ ഉള്ളിലേക്ക് പോയിന്നിപ്പോൾ. ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാത്ത അവസ്ഥ. ആ വണ്ടി കണ്ടിട്ട് പേടിയാവുണ്ട്. ആ വണ്ടീൻ്റെ ഓണടി കേട്ടപ്പോൾ പണ്ടത്തൊക്കെ ലോറി ബസ്സുകളൊക്കെ പോയാലും പാവുന്നില്ല, ഇങ്ങനെ നെക്കി കളിക്കുന്ന ഒരു ഓണുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ അങ്ങനെ തീർന്നുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ട് ഗൈസ്. നമുക്ക് കട്ടാക്കരുത് കേട്ടോ. അങ്ങനെ അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കണമെന്ന് പറയില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ തന്നാലും ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.